കുറെ അല്ലെങ്കിൽ പോലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ലൈക്ക് ഫ്രണ്ട്സ് ഒക്കെ എനക്കെന്താ ബ്രാൻഡാണ്, ഒരു വർഷം ഓൾറെഡി കളഞ്ഞു, ഇനി അങ്ങോട്ട് അടുത്ത വർഷം കൊണ്ടുപോയി കളയുന്നു, ലൈക്ക് എന്താ ഈ ഞങ്ങളെ കല്യാണം കഴിക്കുമ്പോൾ ഇയാളെ കോളേജിൽ പഠിക്കായിരിക്കും അങ്ങനെ കുറെ റിപ്പീറ്റ് ചെയ്ത സമയത്ത് എക്സാം എഴുതിയപ്പോൾ ആകെ ഒരു ഒറ്റ ക്വസ്റ്റ്യനാണ് മാത്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും അറിഞ്ഞിട്ട് കാര്യമാണോ അല്ല കറക്റ്റ് ആണോ? അത് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടത് ചെയ്താണ്. അത് കറക്റ്റ് ആയോ? ആയി തോന്നുന്നു. അതിനിടയിലേക്കൂടെ ഇങ്ങനെ പറഞ്ഞ ഞാൻ ഫിസിക്സിലൊക്കെ നെഗറ്റീവിലായിരുന്നു. കാര്യം അറിയില്ല എന്നല്ല, അറിയുന്ന കാര്യങ്ങൾ തെറ്റായിരുന്നു. ഹലോ എവരിവൺ, സൈലത്തില് ജെയുടെ റിസൾട്ട് വന്നിരിക്കുകയാണ്. മൂന്നാമത്തെ വർഷം തന്നെ വേറെ ആർക്കും കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റാത്ത അത്ഭുതകരമായ മുന്നേറ്റമാണ് സൈലം നിങ്ങൾക്ക് മുമ്പിൽ വെച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ ഒരുപാട് നല്ല നല്ല റിസൾട്ടുകളുണ്ട്, ഒരുപാട് സന്തോഷം നൽകുന്ന റിസൾട്ടുകളുണ്ട്. അതിൽ നമുക്ക് ചിലതൊക്കെ എടുത്തു പറയാനുണ്ടാവും. അതായത് ഒഴുക്കിനെതിരെ നീന്തി വന്ന് റിസൾട്ട് ഉണ്ടാക്കിയ കുട്ടികൾ. ഓക്കെ, അപ്പൊ അവരെ കുറിച്ച് പറയുമ്പോഴാണ് നമുക്ക് ഒരു 3 പേര് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ളത്. നല്ല ബോൾഡ് ഡിസിഷൻ എടുത്ത 3 പേരാണ്. അതായത് ഓൾറെഡി നമ്മൾ ഒരാളെ പരിചയപ്പെടുത്തി, അനുപം എന്ന് പറഞ്ഞ ഒരു റിപ്പീറ്ററെ ഞങ്ങളുടെ സിഇഒ തന്നെ നിങ്ങൾക്ക് പോയി പരിചയപ്പെടുത്തി. ആദ്യത്തെ തവണ എക്സാം എഴുതി 60% ആയിരുന്നു, പിന്നെ റിപ്പീറ്റ് ചെയ്തു 93% ആയിരുന്നു. തൻ്റെതല്ലാത്ത കാരണത്തിലാണ് അങ്ങനെ സംഭവിച്ചത്. അപ്പൊ അതിനുശേഷം ഒന്നുകൂടി ബോൾഡ് ഡിസിഷൻ എടുത്ത് റിപ്പീറ്റ് ചെയ്തു. അനുഭവം നമുക്കറിയാം, കീമില് പിന്നെ സേഫ് സ്കോർ ഉണ്ടായിരുന്നു, എന്നിട്ടും റിപ്പീറ്റ് ചെയ്ത് 99% വാങ്ങി അനുപമിന്റെ കഥ നമ്മൾ കേട്ടു. ഇന്നലെ 3 തിക് ഫ്രണ്ട്സിന്റെ കഥയാണ് കേൾക്കാനുള്ളത്. നമ്മുടെ കൂടെയുള്ളത് ഒന്ന് ഇഖ്ലാസ് ഉണ്ട്, അതോടൊപ്പം തന്നെ വിവേക് ഉണ്ട്, അതോടൊപ്പം തന്നെ അമൻ ഉണ്ട്. ഏകദേശം സിമിലർ അനുപമിന്റെ അതേ ഒരു പിന്നെ ജീവിതപാത പിന്തുടർന്ന 3 പേരാണ്. ഫസ്റ്റ് ടൈം എഴുതി, ഒരാൾ അതിൽ എഴുതിയിട്ടില്ല, നമുക്ക് അതൊക്കെ സംസാരിക്കാം. പിന്നീട് റിപ്പീറ്റ് ചെയ്തു, ഉദ്ദേശിച്ച പോലെ പെർസെന്റേജ് കിട്ടിയിട്ടില്ല. മീൻസ് നമുക്ക് സേഫ് സ്കോർ, അതായത് NIT അഡ്മിഷൻ കിട്ടുന്ന ഒരു പെർസെന്റേജ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഇപ്പൊ നല്ല സേഫ് ആയിട്ടുള്ള സ്കോറൊക്കെ വാങ്ങി നിൽക്കുകയാണ്. അപ്പൊ ഓരോരുത്തരെയും നമുക്ക് ആദ്യം തന്നെ പരിചയപ്പെടാം. ആറ്റം സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? അപ്പൊ പേര് പറയണം, അതോടൊപ്പം തന്നെ ഫസ്റ്റ് ടൈമുള്ള ജെയുടെ സ്കോർ, അതോടൊപ്പം തന്നെ സെക്കൻഡ് ടൈം, പിന്നെ തേർഡ് ടൈം. ഓക്കെ, ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ +2ന്റെ കൂടെ എഴുതിയത്. ഓക്കെ, തുടങ്ങിക്കോളൂ. എന്റെ പേര് വിവേക്. ഞാൻ +2ന്റെ കൂടെ ജെ എഴുതിയിട്ടില്ല. +2ന്റെ കൂടെ ജെ എഴുതിയിട്ടില്ല. ഓക്കെ, +2ന്റെ കൂടെ ജെ എഴുതിയിട്ടില്ല എന്ന് സ്പെസിഫിക് ആയിട്ട് അവിടെ നോട്ട് ചെയ്യണം. നമുക്ക് അതിലേക്ക് വരാം. പിന്നെ റിപ്പീറ്റ് ചെയ്തപ്പം 95% ആയിരുന്നു. റിപ്പീറ്റ് ചെയ്തപ്പം 97.75%. 97.7 അല്ലേ? 95 എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര ഒരു സേഫ് ആയിട്ടുള്ള അതല്ല. മീൻസ് നമുക്ക് കോഴ്സുകൾ കിട്ടുമെങ്കിൽ വിചാരിച്ച പോലെ കോഴ്സുകൾ കിട്ടില്ല എന്നുള്ളതായിരുന്നു. ഇപ്പൊ നമ്മൾ അത്യാവശ്യം സേഫ് ആയിട്ടുള്ള രീതിയിൽ എത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് വിവേക്. സോറി, അമൻ മാറിപ്പോയി. വിവേക് അവിടെ വന്നു. ഓക്കെ, പേര് അമനാഷിക്ക്. ഞാൻ ഫസ്റ്റ് ടൈം എഴുതിയപ്പം 63% ആയിട്ടായിരുന്നു. പിന്നെ റിപ്പീറ്റ് ചെയ്ത് എഴുതിയപ്പം 93.4%. പിന്നെ ഇപ്പൊ റിപ്പീറ്റ് ചെയ്ത് 98.1%. 98.1. ഓക്കെ, എൻ്റെ പേര് ഇഖ്ലാസ്. ഞാൻ ആദ്യം +2ന്റെ കൂടെ എഴുതിയ സമയത്ത് എനിക്ക് 63% ഉണ്ടായിരുന്നത്. പിന്നെ റിപ്പീറ്റ് ചെയ്ത സമയത്ത് 95.5%. 95.5. അതെ, ഞാൻ ഓർക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്തപ്പം 97.8% ആയിരുന്നു. 97.8 അല്ലെ? അപ്പൊ അതില് ഫസ്റ്റ് നമ്മുടെ വിവേകിന്റെ കഥ കേട്ട സമയത്ത് ഞാൻ പലപ്പോഴും പല വീഡിയോസിലും അതോടൊപ്പം തന്നെ ഇതിലും പറഞ്ഞായിരുന്നു, ആദ്യം എനിക്ക് എൻട്രൻസ് എന്താണെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ കാൽക്കുലേറ്റർ ഒക്കെ എഴുതിയിട്ട് കീബ് എടുക്കാൻ വേണ്ടി പോയ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഏകദേശം അതേ ഒരു കഥയിലൂടെയാണ് നമ്മുടെ വിവേക് പോയത് അല്ലെ? എന്താ മോൻ ആദ്യത്തെ ടൈമിൽ എഴുതാതിരുന്നത്? അല്ല, എനിക്ക് ജെയിനെ കുറിച്ച് അറിയായിരുന്നു, പക്ഷെ കാര്യം ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ എഴുതായിരുന്നത്. കാര്യമില്ലാന്ന് തോന്നി. അപ്പൊ ആദ്യം പ്രിപ്പയർ ആയിരുന്നില്ല? എന്തായാലും +2 ഞാൻ +2 എനിക്ക് വലിയ മാർക്കില്ലായിരുന്നു. എനിക്ക് 87% ആയിരുന്നു +2 ഉണ്ടായിരുന്നു. 87% ആണുള്ളത് അല്ലെ? അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിന് എത്ര ഉണ്ടായിരുന്നു? അതൊരു ഏകദേശം 85 അല്ലെ? അതായത് +2 അല്ലെ? പൊതുവെ +2 നല്ല 98, 99 ഒക്കെയാണ് പൊതുവെ എല്ലാ കുട്ടികൾക്കും ഉണ്ടാവുക അല്ലെ? അപ്പൊ അവിടുന്ന് 87% മാത്രം ഉള്ളൂ. ഓക്കെ, എന്താ ജെയ്യൊന്നും എന്തായാലും എഴുതി കിട്ടുന്നുണ്ടാവില്ല എന്നുള്ള ഇതിൽ ഞാൻ ഇതായിരുന്നു. പിന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് നന്നായിട്ട് പഠിക്കാൻ എഴുതി. റിപ്പീറ്റ് നന്നായിട്ട് തന്നെ പഠിച്ചായിരുന്നു, എന്നിട്ടാണ് 95 എത്തിയത്. റിപ്പീറ്റ് നന്നായിട്ട് പഠിച്ചു. ഓക്കെ, അതായത് ശ്രദ്ധിക്കുക, ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്, നമ്മൾക്ക് വരുന്ന കുട്ടികൾ ഈ +2 ഫുൾ മാർക്ക് വാങ്ങിയ അല്ലെങ്കിൽ നല്ല രീതിയിൽ മുമ്പ് പഠിച്ച കുട്ടികളൊന്നും ആയിരിക്കില്ല ഇതേപോലെ തന്നെ അല്ലെ? നമ്മുടെ പിന്നെ വിവേക് പറഞ്ഞ പോലെ തന്നെ +2 ഒരു 87 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഒരു ആശാവഹമായ മാർക്കല്ല അല്ലെ? ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഒക്കെ പ്രത്യേകിച്ചല്ല. അപ്പൊ ആ ലെവലിലാണ് റിപ്പീറ്റ് ചെയ്തിട്ട് എന്തായത് 93 ആയിട്ടുള്ളത് അല്ലെ? 93 അല്ലെ? 93 ആയിട്ടുള്ളത്. പിന്നെ റിപ്പീറ്റ് ചെയ്തപ്പോ 97. അപ്പൊ നമ്മൾ പറഞ്ഞു റിപ്പീറ്റ് ചെയ്യുമ്പോൾ 95 അല്ലെ? റിപ്പീറ്റ് ചെയ്യുമ്പോൾ
97 പോയിന്റ്. ഓക്കെ, അപ്പൊ അതായത് മക്കളെ നമ്മൾ പലപ്പോഴും പറയുന്ന പോലെ തന്നെയാണ്. പിന്നെ നിങ്ങളുടെ മുമ്പ് പാസ്റ്റ് എന്തായിരുന്നു നമ്മൾ ചോദിക്കുന്നില്ല, നിങ്ങൾക്ക് പഠിക്കാൻ പാഷനേറ്റ് ആണോ, അപ്പൊ അങ്ങനെയാണ് നിങ്ങൾക്ക് ഇതേപോലെ പെർസെന്റിലൊക്കെ വാങ്ങിയെടുക്കാം എന്നാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്തായിരുന്നു ഫസ്റ്റ് ടൈമിൽ 63 ആയിപ്പോയത്? 63 അല്ലേ? ഞാനും അധികം അങ്ങനെ +2 കൂടെ ഇവിടെ സൂപ്പർ 30 ബാച്ചിൽ ഉണ്ടായിരുന്നു. ജസ്റ്റ് ജോയിൻ ചെയ്തു തന്നെ ഉള്ളൂ. ഞാൻ ക്ലാസ് ഒന്നും കണ്ടിട്ടില്ല. സൂപ്പർ കിങ്സ് സൂപ്പർ കിങ്സ് ബാച്ച് ഉള്ളതുകൊണ്ട് അതിന് ഞാൻ ജസ്റ്റ് ജോയിൻ ചെയ്ത് ഫീസൊക്കെ അടച്ചതല്ലാതെ അങ്ങനെ ക്ലാസ് ഒന്നും അധികം കണ്ടില്ല. തുടക്കത്തിൽ ഒരു 3 മാസം കണ്ട്, പിന്നീട് സ്റ്റോപ്പ് ആക്കി. പിന്നെ അതിനധികം പ്രിപ്പയർ ചെയ്തില്ല. പിന്നെ എന്തായാലും കോഴ്സിനൊക്കെ ചേർന്നില്ല എന്ന് വിചാരിച്ച് ജസ്റ്റ് എഴുതിയെന്നുള്ളൂ. അങ്ങനെ കാര്യമായിട്ട് പ്രിപ്പറേഷൻ ഒന്നും നടത്തിയിട്ടില്ല. പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും ഇപ്പൊ എന്തായി മനസ്സിലായി. കാരണം 63 93 വരുന്ന നല്ല ചാട്ടാണ് റിപ്പീറ്റിന്റെ സമയത്ത് ചാടിയത് അല്ലെ. പിന്നീട് ഒന്നും കൂടി ചാടിയിരുന്നെങ്കിൽ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു 98 എത്താൻ വേണ്ടി പറ്റുമായിരുന്നു. ഇനിയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇഖ്ലാസ്, എനിക്ക് ആദ്യം അറിയായിരുന്നു ഞാൻ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് തന്നെയാണ് പോകാൻ പോകുന്നത്. ഇത് തന്നെയായിരിക്കും, ഈ ഒരു ഫീൽഡിലായിരിക്കും നിൽക്കുകയാണെന്ന്. പക്ഷെ അതിനെ എങ്ങനെ എത്തണം, ഏത് രീതിയിൽ എത്തണം എന്നുള്ള ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. +2 കഴിഞ്ഞ ഉടനെ കുറെ ടീച്ചർമാരും ഇങ്ങനെ ആളുകളൊക്കെ പറഞ്ഞിട്ടാണ് ജെഇ ഉണ്ട്, അത് എഴുതിയാൽ മതി എന്നുള്ളതൊക്കെ അറിയുന്നത്. അങ്ങനെ ചാടി കയറി ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ കയറി പോയി. 63 എന്ന് പറയുമ്പോൾ അത് കിട്ടിയ സ്കോർ ഒന്നല്ല, എന്തോ മാർക്ക് ചെയ്തപ്പോ എങ്ങനെയോ കിട്ടിയ സ്കോറാണ് 63. അതും സ്വന്തമല്ല. അതെയല്ല, സ്വന്തമല്ല. പക്ഷെ അന്ന് എന്താണ് ചെയ്യുന്നതും എങ്ങനെയാണ് എക്സാം എന്നും അതിനെക്കുറിച്ച് ധാരണ കിട്ടി. ഇനി ആരെങ്കിലും റിപ്പീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പോലും +2 കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ചെയ്യണം. എന്നാലേ നമുക്ക് ആ ഒരു എന്താണ് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു ധാരണ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഒന്നുകൂടി പഠനമൊക്കെ ഒന്നുകൂടി ഉഷാറാക്കാൻ കഴിയുന്ന എനിക്ക് തോന്നുന്നു. അല്ലെ, അപ്പൊ +2 കഴിഞ്ഞാൽ എന്തായാലും ചെയ്യണം. അപ്പം നിങ്ങൾ 3 പേരും പ്രിപ്പയർ ചെയ്യാണ്ട്, ഒരാൾ എഴുതിയിട്ടൊന്നുമില്ല അല്ലെ. അപ്പൊ പ്രിപ്പയർ ചെയ്യാണ്ട് എഴുതിയ ആൾക്കാരാണ്. പക്ഷെ നമ്മളിപ്പോ 10ാം ക്ലാസ് കഴിഞ്ഞ ഒരുപാട് കുട്ടികൾ ഈ വീഡിയോസ് കാണുന്നുണ്ടാവും അല്ലെ. അപ്പൊ അവരോട് നിങ്ങൾക്ക് ഇപ്പം ജെഇ കിട്ടിയ ഒരാള് അല്ലെ, സക്സസ് ആയിട്ടിരിക്കുന്ന 3 ആൾക്കാർ എന്ന നിലയിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇപ്പൊ 10th കഴിഞ്ഞിരിക്കുന്ന കുട്ടികൾ ഇതേപോലെ +1 +2 ഏതെങ്കിലും സാധാരണ സ്കൂളുകളിലൊക്കെ പോയി അല്ലെ, പിന്നെ ബോർഡ് എക്സാമിന് വേണ്ടി മാത്രം പഠിക്കാം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്ന കുട്ടികളുണ്ടാവും. അവരോട് നമുക്ക് എന്താ പറയാനുള്ളത്? അതായത് +2 നമ്മൾ വെറുതെ പഠിച്ചിട്ട് എഴുതണോ, അതായത് അല്ലെങ്കിൽ +1 +2 കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് എഴുതണം? ബിടെക്കിലേക്ക് പോകാൻ താല്പര്യമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ എന്താ ജെഇക്ക് വേണ്ടിട്ട് പ്രിപ്പയർ ചെയ്യണത് നല്ലത് തന്നെയാണ്. അതില് എന്താ വേണമെന്നുണ്ടെങ്കിൽ +2ന്റെ ഒപ്പം അങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അല്ല ഇന്റഗ്രേറ്റഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാം. അതായത് +2 അതായത് വാട്ടെവർ ഇന്റഗ്രേറ്റഡ് അല്ലെങ്കിൽ +2 സ്കൂൾ പഠിക്കുക. അതായത് ആ സമയത്തിനെ കുറിച്ച് നമ്മൾ പറയാം. +1 +2 എന്ന് പറഞ്ഞ ടൈമിനെ കുറിച്ചാണ് പറയുന്നത്. ഇവർക്ക് 10ാം ക്ലാസ്സിന് ഒരു ധാരണ ഉണ്ട്, ഒരു എഞ്ചിനീയറിംഗിന് പോവാന്നാണെങ്കിൽ ഒബ്വിയസ്ലി ഒരു 10ാം ക്ലാസ് തന്നെ സ്റ്റാർട്ട് ചെയ്യട്ടെ. പക്ഷെ +2ലെ ടോപ്പിക് ഒന്നും പഠിക്കണം എന്നൊന്നും അറിയില്ല. 10ൽ പഠിക്കുന്നതൊക്കെ ഒരു പടി മുകളിൽ പഠിക്കാൻ ശ്രമിക്കാം. അതായത് ഐ മീൻ ഞാനിപ്പോ 10th കഴിഞ്ഞോ കിട്ടിയ കുട്ടികളെ കുറിച്ചാണ്, ഏത് കുട്ടി ആയിക്കോട്ടെ. ഇപ്പൊ 10th പഠിക്കുന്ന കുട്ടീനെ കുറിച്ചാണ് ഇഖ്ലാസ് പറഞ്ഞത്. അതും കറക്റ്റ് ആണ് പറഞ്ഞത്. ഇനിയിപ്പോ +2 കഴിയുന്ന കുട്ടികളുണ്ടാവല്ലോ, അപ്പൊ അവരുടെ കാര്യം കൂടി. 10ാം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടിയാണെങ്കിൽ കുറെ കൂടി പെട്ടെന്ന് എന്താണ് സിലബസ്, അല്ലെങ്കിൽ എങ്ങനെയാണ് കോളേജുകളൊക്കെ എവിടെ വരുന്നത്, ഇതിനെ കുറിച്ചൊക്കെ ധാരണ ഉണ്ടാക്കി വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അങ്ങനെ ഒരു ടെൻഷൻ വേണ്ടല്ലോ എന്നാ. പിന്നെ NCERT കുറച്ചും കൂടി കൂടുതൽ ഇറങ്ങാൻ പറ്റുന്ന ടൈമാണ് +1 +2. അത് കഴിഞ്ഞ റിപ്പീറ്റിലാണെങ്കിൽ നമ്മൾ 6 മാസം കൊണ്ട് നമ്മൾ ഇവിടുത്തെ മെറ്റീരിയലും ഇതൊക്കെ ഇവിടുത്തെ വർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. NCERTക്ക് കാര്യമായിട്ട് ഡെപ്തിൽ ഇറങ്ങാൻ കഴിയില്ല. അപ്പം +1 +2 ടൈമിൽ NCERTയിൽ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പൊ നമ്മള് ഈ പറഞ്ഞ പോലെ തന്നെ +1 +2 കാലഘട്ടത്തിൽ തന്നെ നന്നായിട്ട് എന്ത് ചെയ്യണം, പഠിക്കണം എന്ന് തന്നെയാണ് നമ്മള് അല്ലെ. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു? അതായത് +1 +2 ഉഴപ്പി നടക്കാതെ മര്യാദക്ക് പഠിച്ചിരുന്നെങ്കിൽ ഒന്നും കൂടി നന്നായനെ എന്ന് എപ്പോഴെങ്കിലും ഏതെങ്കിലും പോയിന്റ് തോന്നിയിട്ടുണ്ടായിരുന്നു? പറഞ്ഞോളൂ. +2ല് എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് വെറുതെ പോയി ചെയ്തവരുണ്ടല്ലോ, അങ്ങനെ പോയി ചെയ്തവർക്ക് ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. എന്താ വെച്ചാല് ഇവരെന്തെങ്കിലും കാട്ടിയിട്ട് കറക്കി കുത്തിയിട്ട് ഒരു 80% ഒക്കെ കിട്ടും. അപ്പൊ അവര് ശരിക്കും അവരെന്തോ വലിയ സംഭവമാണ്. പക്ഷെ 80% ഒന്നും ഒരു കാര്യമില്ല. അപ്പം ഈ ജെഇക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടി വരുന്ന സമയത്ത് ഞാൻ വെറുതെ ചെയ്തപ്പോൾ തന്നെ എനിക്ക് 80% ഉണ്ടായിരുന്നു. അപ്പം അവർക്ക് ഭയങ്കര ഓവർ കോൺഫിഡൻസ്. അവര് പലപ്പോഴും അങ്ങനെയുള്ള കുട്ടികൾ താഴേക്ക് പോലാണ്. അതായത് പ്രിപ്പയർ ആയിട്ട് തന്നെ എഴുതാം അല്ലെ. അപ്പൊ 80% കിട്ടിയെങ്കിലും തലക്കനത്തോടു കൂടി ആരും മനസ്സിലാക്കാം. ഇനി അടുത്തത് നമുക്ക് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രഷർ ഉണ്ടായിരുന്നു? കാരണം ഇത്തവണ 60 ഉള്ളൂ, അത് കയറി പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് കയറി പോകാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞ ഏതെങ്കിലും ഡീമോട്ടിവേഷൻ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നോ? ഇല്ല, ഒരു ഡീമോട്ടിവേഷൻ ഉണ്ടായിട്ടില്ല. ആരും പറഞ്ഞു അതിന് പോട്ടെ. റിപ്പീറ്റ് ചെയ്യാൻ തീരുമാന സമയത്ത് വല്ല ഇതുണ്ടായിരുന്നോ? കുറെ അല്ലെങ്കിൽ പോലും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ എനക്കെന്താ ഭ്രാന്താണ്, ഒരു വർഷം ഓൾറെഡി കളഞ്ഞു, ഇനി അങ്ങോട്ട് അടുത്ത വർഷം കൊണ്ടുപോയി കളയുന്നു, എന്താ ഈ ഞങ്ങളെ കല്യാണം കഴിക്കുമ്പോ ഇയാളെ കോളേജിൽ പഠിക്കാതിരിക്കും, അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്.
ഭയങ്കരമായിട്ടല്ല, പക്ഷെ ചെറുതായിട്ട് ഇങ്ങനെ ലൈക്ക് ഫ്രണ്ട്സ് ടോക്കിന്റെ ഇടക്കൊക്കെ ആ. അങ്ങനെ കേട്ടിട്ടുണ്ട്. അങ്ങനെ കേട്ടിട്ടുണ്ട്. നിങ്ങൾ പിന്നെ ഇപ്പം ഫ്രണ്ട്സ് തന്നെ ഇപ്പൊ 2-3 ആൾക്കാർ MBBS പഠിച്ചിട്ടുണ്ട്. ആ. അപ്പൊ ഓരൊക്കെ നേരെ കോളേജ് കയറി, ഓരൊക്കെ നീറ്റിന് നല്ല സ്കോർ ഉണ്ടായിരുന്നു. അപ്പം ഒരു നേരം മെഡിക്കൽ കോളേജ് കയറി. അപ്പൊ ഓരോടൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ ഒരു പറയുന്നത് ഞാൻ ഇപ്പൊ പഠിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് 5 വർഷം വേണം, ആ ടൈമിൽ നിങ്ങൾക്ക് 4 വർഷമല്ലേ ഉള്ളൂ, അപ്പൊ 1 വർഷം പോയാലും നമുക്ക് ഒരേ ടൈമിൽ തന്നെ ഇറങ്ങാലോ. ആ ഒരു ഇതില് പറഞ്ഞപ്പോ പിന്നെ അത് ബെറ്റർ ആയിട്ട് തോന്നി, മോട്ടിവേഷൻ ആയിട്ട് എടുത്ത്. അല്ലേ? വിവേകൻ എന്തെങ്കിലും? എന്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ അമ്മ പറഞ്ഞത് എന്താ വെറുതെ ഏതെങ്കിലും കോളേജ് പോകണമെങ്കിൽ എന്തായാലും റിപ്പീറ്റ് ചെയ്യണല്ലേ, ഇങ്ങോട്ട് റിപ്പീറ്റ് ചെയ്തോളി എന്നുള്ള രീതിയിലായിരുന്നു എനിക്ക് നല്ല മോട്ടിവേഷൻ ആയിരുന്നു. അതൊക്കെ തന്നെയാണ് എന്താ നമ്മുടെ പിന്നെ കുഴിവരക്കുള്ള ബോൾഡ് ഡിസിഷൻ എടുക്കാൻ അല്ലെ. ഇപ്പം ഈ 3 ആൾക്കാർക്കും അങ്ങനെ പ്രത്യേകിച്ച് ഡിമോട്ടിവേഷൻ കിട്ടിയിട്ടില്ല എന്നാണ്. അപ്പൊ ഇദ്ദേഹത്തിന് ചെറുതായിട്ടൊന്ന് അല്ലെ, അതൊന്നും മൂപ്പര് ബാധിക്കൊന്നുമില്ല. ഇവനെ ബാധിക്കണമെങ്കിൽ നല്ല രീതിയിൽ കിട്ടണം. അപ്പൊ ഇനി ഇത് കാണുന്ന പാരന്റ്സും അതോടൊപ്പം തന്നെ ഇനി റിപ്പീറ്റ് ചെയ്യണോ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യണോ എന്ന് കൺഫ്യൂഷൻ അടിക്കുന്ന കുട്ടികളും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇപ്പൊ കിട്ടിയ സ്കോർ, അത് കീം ആയിക്കോട്ടെ അല്ലെങ്കിൽ ജെ ആയിക്കോട്ടെ വാട്ടെവർ, നിങ്ങൾ ഇപ്പൊ കിട്ടിയ സ്കോർ കൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു കോളേജിൽ പോകുന്നതിനെക്കാട്ടി എത്രയോ നല്ലതാണ് നമ്മൾ 1 വർഷം കൂടി എന്താക്കുക, ഇൻവെസ്റ്റ് ചെയ്യുക. 1 വർഷം കൂടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. അത് ഇൻവെസ്റ്റ്മെന്റ് ആണ്, നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ്. 1 വർഷം കൂടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ലോങ് അല്ലെ. നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രാൻഡ് വാല്യൂവിനെ കുറിച്ച് നമ്മൾ നടന്നു വരുന്ന സമയത്ത് നമ്മൾ സംസാരിച്ചു അല്ലെ. ലൈഫ് ലോങ് നിങ്ങൾക്ക് അതെന്തായിരിക്കും, ഒരു പിന്നെ എന്താ പറയുക, ഇൻവെസ്റ്റ്മെന്റ് അല്ലെ. വേറെ ഏത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ SIP ഇൻവെസ്റ്റ് ചെയ്താൽ കാട്ടിയും ഒക്കെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും ഇവരെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇനി അടുത്തത്, നിങ്ങളിപ്പം റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഓക്കെ ചില നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കിട്ടിയ അവസാന സമയത്ത് ഞാൻ ഇന്ന മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്, അത് റിപ്പീറ്റിൽ എനിക്ക് തിരുത്തണം എന്നൊക്കെ ചിലപ്പോൾ എന്തായിട്ടുണ്ടാവും, മനസ്സിലാക്കി എടുത്തിട്ടുണ്ടാവും. അപ്പോ അങ്ങനെ ഉണ്ടാക്കിയ ഏതെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിരുന്നോ? എന്നിട്ട് ആ മിസ്റ്റേക്ക് നിങ്ങൾ തിരുത്തിയിട്ടുണ്ടായിരുന്നോ? എനിക്കുണ്ടായത് മാത്സ് ഞാൻ പറ്റ ഒഴിവാക്കിയെന്ന്. ഒരു 2-3 മാസം കഴിഞ്ഞപ്പോ തന്നെ റിപ്പീറ്റ് ചെയ്ത ടൈമില് മാത്സ് ആയിട്ട് ഒഴിവാക്കി, ഫിസിക്സ് കെമിസ്ട്രി മാത്രം. ഒരു മിനിറ്റ്, ഒരു ധ്വനിയുണ്ട്, ഏത് ഫിസിക്സ് കെമിസ്ട്രി മാത്രം പഠിച്ചിട്ട് പിന്നെ ഇതാണ് അല്ലെ. അതൊക്കെ കഴിഞ്ഞു, ആ കാലഘട്ടം കഴിഞ്ഞു. അതിന്റെ ലൈവ് എക്സാമ്പിൾ ആണ് അമൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. പറഞ്ഞോളൂ. മാത്സ് പറ്റായിട്ട് ഒഴിവാക്കിയപ്പം എക്സാമിനും തീരെ എഴുതാൻ പറ്റിയില്ല, ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിരുന്നത്. അപ്പം അതിന് പിന്നെ അത് ഈ പ്രാവശ്യം ക്ലിയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. മാത്സ് പറ്റുന്ന അത്ര നോക്കിയിട്ടുണ്ട്, എന്നാലും കുറച്ചും കൂടി നോക്കണമായിരുന്നു എന്നുള്ളൊരു. കുറച്ചും കൂടി നോക്കണമായിരുന്നു. ആ ചോദ്യത്തിലേക്ക് വരാം. എന്റെ കേസ് പറയുകയാണെങ്കിൽ മാത്സ് തന്നെയായിരുന്നു പ്രധാന വിഷയം. റിപ്പീറ്റ് ചെയ്ത സമയത്ത് തുടക്കത്തിലൊക്കെ ലൈക്ക് +2 ലെവലിൽ തന്നെ ആയിരിക്കും മാത്സ് എന്നുള്ള ഒരു ചിന്തയിലാണ് കയറി വരുന്നത്. തുടക്കത്തിലൊക്കെ മാത്സ് വലിയ പ്രശ്നമില്ല. പിന്നെ മാത്സ് എന്താന്ന് മനസ്സിലായപ്പോഴാണ് ശരിക്കും മാത്സ് ഒരു പ്രശ്നമായിട്ട് മാറിയത്. മാത്സ് എന്താന്ന് മനസ്സിലായപ്പോഴാണ് ശരിക്ക് മാത്സ് ഒരു പ്രശ്നമായിട്ട് മാറിയത്. പിന്നെ ഏതാണ്ട് അവസാനമൊക്കെ എത്തിയപ്പോൾ മാത്സ് തീരെ നോക്കാതായി. ലൈക്ക് റിപ്പീറ്റിന്റെ കാലഘട്ടത്തില് എനിക്ക് റിപ്പീറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ മെയിൻ ധാരണ എങ്ങനെയെങ്കിലും മാത്സ് ആദ്യം റെഡി ആക്കി എടുക്കണം. ലൈക്ക് ഇനിയിപ്പം ജെയ്ക്ക് എന്നല്ല, എല്ലാതെ എഞ്ചിനീയറിംഗിനാണെങ്കിലും മാത്സ് ആവശ്യമാണ്. അതെ, അപ്പൊ അതിനും മാത്സ് റെഡി ആക്കണം എന്നുള്ള ധാരണയാണ് റിപ്പീറ്റിന് തന്നെ വരുന്നത്. അപ്പൊ ഇവൻ റിപ്പീറ്റ് ചെയ്ത സമയത്ത് എക്സാം എഴുതിയപ്പോ ആകെ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ ആണ് മാത്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ശരിക്കും അറിഞ്ഞിട്ട് അത് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടത് ചെയ്താണ്. അത് കറക്റ്റ് ആയോ? ആയി തോന്നുന്നുണ്ട്. ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് മാത്സിൽ ആകെ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ ആണ് റിപ്പീറ്റ് സമയത്ത് അറ്റൻഡ് ചെയ്ത്. നിങ്ങൾ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായോ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത്? ഒബ്വിയസ്ലി മാത്സിന്റെ കാര്യത്തില് എന്താ ലൈക്ക് കണ്ടന്റ് ഭയങ്കരമായിട്ട് കൂടി. നമ്മള് റിപ്പീറ്റ് ചെയ്ത സമയത്ത് എന്താ ഉണ്ടായതുപോലെ അല്ലായിരുന്നു റിപ്പീറ്റ് ചെയ്ത സമയത്ത്. മാത്സ് ഭയങ്കരമായിട്ട് നന്നായിട്ട് കൂടി. നന്നായിട്ട് കൂടി. അതിൽ എങ്ങനെയാണ് നമ്മുടെ സൈലത്തിന്റെ പുതിയ DPP അല്ലെങ്കിൽ പുതിയ ഹൈബ്രിഡ് സിസ്റ്റം ഒക്കെ എങ്ങനെയായിരുന്നു സഹായിച്ചത്? മാത്സിന് നമ്മള് റിപ്പീറ്റ് ചെയ്ത ടൈമില് DPP അധികം ഇല്ലായിരുന്നു. പിന്നെ കണ്ടന്റും കൂടി വന്നപ്പോ മാത്സ് കൂടി കുറെ ബെറ്റർ ആയി. ഓക്കെ, അത് ആ ഒരു സ്റ്റൈൽ അല്ലെ. നമ്മൾ ഹൈബ്രിഡ് ആയതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായിരുന്നു? മീൻസ് ഒരു വർഷം ഓക്കെ, അതായത് ഒരു ദിവസം നമുക്ക് അതിനിടയിലേക്ക് കൂടെ ഇങ്ങനെ പറഞ്ഞ ഞാൻ പറഞ്ഞു നമ്മള് രാവിലെ തന്നെ സാറെ ക്ലാസ് കാണുന്നു, അത് അപ്പൊ തന്നെ കണ്ടന്റ് കുറെ ആകുന്നു. പിന്നെ അതിന് പുറമെ നമ്മള് ഓഫ്ലൈനിൽ പോയിട്ട് അവിടുത്തെ ഫാക്കൽറ്റീസ് ക്യാമറ കഴിഞ്ഞ പോലെ എന്നാലും പറയാം, കേൾക്കാൻ രസമുണ്ട്. അങ്ങനെ അപ്പം മാത്സിൽ അത് പറഞ്ഞ പോലെ ഭയങ്കര ബെറ്റർ ആയിരുന്നു. ബാക്കിയുള്ള വിഷയത്തിലും അതെ, പക്ഷെ മാത്സ് ഞങ്ങൾക്ക് പച്ച കുറവായതുകൊണ്ട് മാത്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന ടൈമില് ഫാക്കൽറ്റീസിന്റെ അനുസരിച്ചാണ്. ഫാക്കൽറ്റീസ് ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ഡീൽ ചെയ്യണേ അതനുസരിച്ചാണ്. പക്ഷെ DPP ആകുമ്പോൾ ഒന്നും കൂടി കുറച്ചും കൂടി ഒരു കണ്ടന്റ് എങ്ങനെയാണോ അതുപോലെ എല്ലാ ഇക്വേഷൻസും ഒക്കെ അതിലുള്ള ഇക്വേഷൻസ് ഒക്കെ എല്ലാവരും പറഞ്ഞു പോകും. മറ്റേത് ഫാക്കൽറ്റീസിന് ഈ ക്വസ്റ്റ്യനിൽ ഏത് ഇക്വേഷൻ പറയണോ അത് ഓരോ മെത്തേഡിലുള്ള ആ ഇക്വേഷൻ മാത്രം പറഞ്ഞു പോവുക. അപ്പൊ അതിലൊക്കെ കുറെ ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. അതായത്
ഏത് ഒരു ഫാക്കൾട്ടിയുടെ ക്ലാസ് മാത്രമേ നമ്മൾ കാണും. അപ്പൊ ആ സമയത്ത് സ്വാഭാവികമായും ആ ഫാക്കൾട്ടിക്ക് എന്താണോ സ്റ്റൈല് അത് മാത്രമായിരിക്കും നമുക്ക് കിട്ടും അല്ലെ. പക്ഷെ നമുക്ക് റിപ്പീറ്റ് സമയത്ത് ഹൈബ്രിഡ് സിസ്റ്റം വന്നുകൊണ്ട് 2 സ്റ്റൈലില് അല്ലെ. അതായത് ഇപ്പം വീഡിയോയില് അതിന്റെ ഇടയിൽ കൂടെ വീഡിയോയില് വീഡിയോയില് ഒരു പിന്നെ അല്ലെ ചെയ്താൽ മാത്രം മതി. ഓഫ്ലൈൻ ക്ലാസ് ഓൾറെഡി ഓൺലൈൻ ക്ലാസ് നമ്മൾ കണ്ടോണ്ട് തന്നെ ഇതിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഓഫ്ലൈൻ ക്ലാസ് ചെയ്യുന്ന സമയത്ത് സാറുമാർ ക്ലാസ് എടുക്കണം, ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് തന്നെ ചെയ്ത് നോക്കാനുള്ള നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാനുള്ള ഒരു തോന്നാറുണ്ട്, കിട്ടാറുണ്ട് അല്ലെ. യെസ്, ഓക്കെ. അതായത് അതാണ് ഹൈബ്രിഡ് സിസ്റ്റത്തിന്റെ ഗുണം. നമ്മൾ ഓൾറെഡി ക്ലാസ് കണ്ട് അത് പഠിച്ച് അത് തിയറി പഠിച്ച് അതേപോലത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അപ്പൊ അതേപോലത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ നമുക്ക് സാറാവിടെ കൂടെ തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് അല്ലെ. അപ്പൊ അത് തീർച്ചയായിട്ടും നിങ്ങളെ കണ്ടന്റ് ഇമ്പ്രൂവ്മെന്റ്, കാൽക്കുലേഷൻ സ്പീഡ് കൂട്ടാനൊക്കെ ഇതായിരുന്നു. അപ്പൊ ഇനി ഫിസിക്സും കെമിസ്ട്രിയും എങ്ങനെ അത് റിപ്പീറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടോ? ഫിസിക്സ് ലൈക്ക് റിപ്പീറ്റ് ചെയ്ത സമയത്ത് നമ്മള് ലൈക്ക് ഈ പറഞ്ഞ മാത്സിന് ടൈം തീരെ കൊടുക്കുന്നില്ലായിരുന്നല്ലോ അവസാനത്തിൽ. അപ്പൊ അതൊക്കെ കൂടി ഫിസിക്സിലും കെമിസ്ട്രിയിലും വന്നു. പക്ഷെ അത് ഭയങ്കര നല്ലതൊന്നും അല്ലായിരുന്നു, ബെറ്റർ അല്ലായിരുന്നു, പക്ഷെ കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം നന്നായിട്ട് ഫിസിക്സും കെമിസ്ട്രിയും നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ കമ്പയർ ടു നമ്മളെ പഴയ സിസ്റ്റം, പുതിയ സിസ്റ്റത്തില് ഫിസിക്സ് പഠിക്കാൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഏത് ഹൈബ്രിഡ് സിസ്റ്റത്തിലേക്ക് വരുമ്പോ ഒബ്വിയസ്ലി ഹൈബ്രിഡ് തന്നെ ആയിരുന്നു നല്ലത്. ലൈക്ക് ഇപ്പോ എന്താ നമ്മൾ ഈ +2 പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഫിസിക്സ് അല്ല റിപ്പീറ്റ് ചെയ്തപ്പോ എത്തിയത്. ഒരിക്കലും അല്ല, നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. ലൈക്ക് ഫിസിക്സിലൊക്കെ നെഗറ്റീവിലായിരുന്നു. കാര്യം അറിയില്ല എന്നല്ല, അറിയുന്ന കാര്യങ്ങൾ തെറ്റായിരുന്നു. അതെ അതെ, ലൈക്ക് വിചാരിച്ചു വെച്ച കാര്യങ്ങളൊക്കെ വേറെ ഡയറക്ഷനിലാണ് ചിന്തിച്ചു വെച്ചത്. അത് പിന്നെ ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യുമ്പോൾ ഇത് കിട്ടുന്നില്ലല്ലോ, എന്തോ പ്രശ്നം ഉണ്ടല്ലോ അറിഞ്ഞിട്ട് പിന്നെ ഫാക്കൽറ്റീസിനോടൊക്കെ സംസാരിച്ചിട്ട് അങ്ങനെ റെഡി ആക്കി കൊണ്ടെന്നാണ് ഫിസിക്സ് റിപ്പീറ്റിൽ. അങ്ങനെ റിപ്പീറ്റില് ഫിസിക്സിൽ ഇന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ലൈക്ക് +2 സംബന്ധിച്ച് ഭയങ്കര മാറ്റം വന്നിട്ടുണ്ട്. അതെ, ഫിസിക്സിനോട് ലിറ്ററലി പ്രണയമായി പോയി റിപ്പീറ്റ് ചെയ്ത സമയത്ത്. മാത്സിനോട് പ്രണയം വന്നിട്ടില്ല, എന്നാലും ഇതുവരെ വന്നിട്ടില്ല, കഷ്ടപ്പെട്ട് പ്രണയിക്കേണ്ടി വന്നു. എന്തായാലും കുഴപ്പമില്ല, അറേഞ്ച്ഡ് മാരേജ് ആയി പോയി, കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടേണ്ടി വന്നു അല്ലെ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഫിസിക്സ് കൂടി എന്തായി സെറ്റായി. ഇപ്പൊ ഇപ്പൊ നമ്മളിപ്പം മാത്സ് അല്ല ഫിസിക്സ് ഒന്നും കൂടി സെറ്റായി അല്ലെ. ഫിസിക്സും കെമിസ്ട്രിയും ഒന്നും കൂടി സെറ്റായി അല്ലെ. നിങ്ങൾക്കും അങ്ങനെ തന്നെയാണോ? ഞാൻ ഇഖ്ലാസിന്റെ നിങ്ങൾക്കും അങ്ങനെ തന്നെയാണോ? എന്തോ വിവേകിനൊന്നും പറയാനുണ്ട്? ഇല്ല, കഷ്ടപ്പെട്ട് പഠിക്കാതെ ഇഷ്ടപ്പെട്ട് പഠിക്കണം. കഷ്ടപ്പെട്ട് പഠിക്കാതെ ഇഷ്ടപ്പെട്ടു. അപ്പൊ അതില് പിന്നെ ഇവര് സംസാരിച്ചതില് പല കാര്യങ്ങൾ ശ്രദ്ധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം പിന്നെ നമ്മൾ പലപ്പോഴും നമ്മൾ ഇത്രയും കാലം പഠിച്ച മാത്സ് എന്ന് പറഞ്ഞാൽ ഇക്ബാൽ സാറിന്റെ ഭാഷ പറഞ്ഞാൽ ഓക്കെ മങ്കി മാത്സ് എന്നൊക്കെ സാർ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അത് കറക്റ്റ് ആണ് അല്ലെ. അതേപോലെയാണ് നമ്മളിപ്പം പല കാര്യങ്ങളും മനസ്സിലാക്കി വെച്ചാൽ നമ്മൾ എന്തായിരിക്കും തെറ്റായിരിക്കും. മോഡക്സ് പോയിന്റ് ഓഫ് വ്യൂലൊക്കെ നമ്മൾ മനസ്സിലാക്കി അതൊക്കെ നമ്മൾ എന്താ ലെവലാവും. അപ്പൊ എനിവേ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പൊ ബൈ ചാൻസ് നിങ്ങൾക്ക് ഇത്തവണയും ജയ് കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കാം, ഇതൊരിക്കലും എന്തല്ല നഷ്ടമല്ല. കാരണം എന്താ, നമുക്ക് പിന്നെ അത്രയും നോളജ് കിട്ടി. അത് എപ്പോഴും നിങ്ങൾക്ക് ജീവിതകാലം മൊത്തം നിങ്ങൾ എന്താക്കും, അത് സഹായിക്കും. നിങ്ങളിപ്പം ഒരു പിന്നെ ബിടെക് ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ നിങ്ങൾ ജയ് കിട്ടിയില്ല, സാധ്യത നിങ്ങൾ ബിടെക് കഴിഞ്ഞിട്ട് ഒന്ന് ബിടെക് പഠിക്കുമ്പോൾ തന്നെ സഹായിക്കും. കാരണം ബിടെക്കിനൊക്കെ പഠിക്കുന്ന സമയത്ത് ലെക്ചറിങ് ആണ്, ഇതേപോലെ എന്തായിരിക്കില്ല എല്ലാ സാധനങ്ങളും സ്പൂൺ ഫീഡ് ചെയ്യില്ല. അപ്പൊ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. അവരങ്ങനെ ക്ലാസ് എടുത്ത് പോകും, ബാക്കി നമ്മൾ സ്വയം ഇതാക്കണം, പഠിക്കാൻ സഹായിക്കും. പിന്നീട് നമ്മൾ ഇന്റർവ്യൂസിലൊക്കെ പോകുന്ന സമയത്ത് അതിനൊക്കെ ബേസ് എവിടുന്ന വരുന്നത് +1 +2 ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് തീർച്ചയായിട്ടും ഉപകാരമായിരിക്കും. നിങ്ങളോടും കൂടിയാണ് എന്താക്കുന്നത്, അത് കേൾക്കുന്ന കുട്ടിയോടും കൂടി പറയണം. പിന്നെ അതേപോലെ തന്നെ പറഞ്ഞില്ല, ഞങ്ങളൊക്കെ കല്യാണം കഴിക്കുമ്പോൾ ഞങ്ങളെ പഠിക്കായിരിക്കും, നല്ലതാ, മനസ്സിലായത്. നമ്മളിപ്പോൾ സ്റ്റിൽ യങ്, കോളേജ് വൈബ്. 1 വർഷം കൂടി കഴിഞ്ഞാണ് നമ്മൾ കോളേജിൽ എത്തിയത്, പുതിയ ടെക്നോളജി നമ്മൾ യൂസ് ചെയ്തു. അപ്പൊ എനിവേ എന്തായാലും ബെസ്റ്റ് കോളേജിൽ എത്തി. നമ്മള് മുമ്പത്തെ പോലെ പോവുകയാണെങ്കിൽ നമ്മള് പിന്നെ ഒരു 5 വർഷം കൊണ്ട് ഇവിടെ എത്തുമെങ്കിൽ ഇപ്പൊ നമ്മൾ എന്തായി 5 വർഷം കൊണ്ട് ഇതിനേക്കാൾ, അതായത് ബിടെക് കഴിഞ്ഞിട്ട് 5 വർഷം കൊണ്ട് നമ്മൾ അതിനേക്കാൾ എത്രയോ മുകളിലോട്ടേക്ക് എത്തും. ഓക്കെ, അത് എല്ലാവർക്കും കൂടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ തെറ്റുകളൊക്കെ മനസ്സിലാക്കി. റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി റിപ്പീറ്റ് ചെയ്യാൻ വരുന്ന കുട്ടികൾക്ക് അത് ഇനി ഇതാക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. നമുക്കിങ്ങനെ അറിയുന്ന കരുതി ഇരിക്കേണ്ട ആവശ്യമില്ല. ഓരോ സബ്ജക്റ്റിൽ ഇപ്പൊ ചിലവർക്കൊക്കെ ഫിസിക്സിൽ ഈ സബ്ജക്ട് ഈ ഭാഗമൊക്കെ നന്നായിട്ട് അറിയുന്നുള്ള രീതിയിൽ ഇരിക്കും. അപ്പം ക്ലാസ് ഒക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ രീതിയിൽ ഇരിക്കാതിരിക്കണമെന്നല്ല. നമ്മള് ആദ്യം തൊട്ട് എല്ലാം അറിയാത്ത രീതിയിൽ തന്നെ ഫുള്ള് ക്ലാസ്സിൽ ഇരിക്കുമ്പോഴെങ്കിലും നമ്മള് അറിയാത്ത പോലെ ഇരിക്കണം അല്ലെ. അറിയുന്ന പോലെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മള് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇരിക്കത്തുള്ളൂ, ശ്രദ്ധിക്കാത്ത. എക്സാം വരുമ്പോഴാണ് മനസ്സിലാവുക. അറിയാന്ന് വിചാരിച്ച് നമ്മള് ഒഴിവാക്കിയ ആ ടോപ്പിക്സ് ഒക്കെ പിന്നെ ആ ക്വസ്റ്റ്യൻ വരുമ്പോ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ റിപ്പീറ്റ് ചെയ്യണവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്യാൻ നോക്കുക.
യെസ്. ഇലാസ് എന്താ പറഞ്ഞത്? സംഭവം എന്താ വെച്ചാല് ഇതിലേക്ക് ഇപ്പം ഒരു ടോപ്പിക് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഹെഡിങ് കാണുമ്പോൾ ഇത് നമുക്ക് അറിയുന്ന ടോപ്പിക് ആണല്ലോ എന്നുള്ള ഒരു ധാരണയായിരിക്കും. ഇപ്പം ഇവൻ നമ്മൾ അതിന്റെ ക്ലാസ്സിൽ ഇരുന്നില്ലെങ്കിൽ ശരിക്കും അത് വലിയ നഷ്ടം ഉണ്ടാവുന്നത്. ചില ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ പല ക്ലാസ്സിൽ ഇരിക്കലില്ലേനോ, തുടക്കത്തിലൊന്നും അങ്ങനെ ഇരുന്നില്ല. റിപ്പീറ്റ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്താൽ മതി. നമ്മൾ POK ചെയ്യാതെ അതായത് നമ്മൾ ഈവൻ റിപ്പീറ്റ് ചെയ്തിട്ട് കുറെ കാര്യങ്ങൾ പഠിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും രണ്ടാമത് റിപ്പീറ്റിലേക്ക് വന്നപ്പോൾ നമുക്ക് പല കാര്യങ്ങളും അറിയില്ലായിരുന്നു. അതിന്റെ പറഞ്ഞ പോലെ ഹെഡിങ് കേൾക്കുമ്പോൾ ഇത് നമുക്ക് അറിയുന്ന ടോപ്പിക് ഇത് ഇങ്ങനെയല്ലേ, പക്ഷെ ക്ലാസ്സിൽ ആ ഫാക്കൽറ്റി നമുക്ക് അത് എടുത്തു തരുമ്പോൾ പുതിയ എന്തോ കാര്യം എന്തോ കേൾക്കുന്നത് പോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ എപ്പോഴും നമുക്കൊന്നും അറിയില്ല, നമ്മൾ ഇത് പുതിയതാണ് എന്നുള്ള രീതിയിൽ തന്നെ ഇരിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും ബെറ്റർ. തുടക്കത്തിൽ നമുക്ക് അങ്ങനെ കുറച്ച് വേസ്റ്റ് ആയി പോയി, പിന്നെ മനസ്സിലായപ്പോ ഓക്കെ. അതാണ് എനിക്ക് റിപ്പീറ്റിൽ സംഭവിച്ച ചെറിയ തുടക്കത്തിൽ സംഭവിച്ച മിസ്റ്റേക്ക്. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങളിപ്പം +2 പഠിക്കും, പ്രത്യേകിച്ച് +2 പഠിക്കുമ്പോൾ നമ്മുടെ വിവേക് പറഞ്ഞ പോലെ ഒരു 80% കിട്ടി, അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബാച്ചിൽ ഫുൾ മാർക്ക് കിട്ടി, അല്ലെങ്കിൽ 1200 1200 കിട്ടി ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മളെന്തോ അറിയാം, നമുക്ക് എല്ലാം അറിയാം എന്നുള്ള ഭാവത്തിൽ ഒരിക്കലും എന്താക്കരുത്, ഇരിക്കരുത്. അങ്ങനെ തന്നെയാണ്. കാരണം നമ്മൾ അതുവരെ പഠിച്ച കാര്യങ്ങളല്ല, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കാണ്ട്, പക്ഷെ നമുക്കത് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും അല്ലെ എന്ന് തന്നെയാണ് ഇവരുടെ അനുഭവം പറയുന്നത്. എങ്ങനെ നിങ്ങളുടെ +2 മാർക്ക് എങ്ങനെയായിരുന്നു? എനിക്ക് 94% 94% ആയിരുന്നു. ഓക്കെ, മോനിക്കോ? 95 അല്ലെ, ഒരാൾ മാത്രം 87. അപ്പോ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ആണോ ഉണ്ടായത്? അതിനും ഏതാണ്ട് PCM മാത്രം നോക്കുകയാണെങ്കിൽ 95-96 ആ റേഞ്ച് തന്നെയാണ് ഉണ്ടായത് അല്ലെ. പക്ഷെ ബോർഡ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ മാത്രം പഠിച്ചാൽ അതെ, അതൊന്നും അല്ലായിരുന്നു എന്നുള്ളതാണ്. അത് ഇവരോട് ലൈക്ക് ഇപ്പം എൻ്റെ +2 നമ്മൾ ഇരുന്ന് ഒന്നും പഠിച്ചിട്ടില്ല. ലൈക്ക് സ്കൂളുകളിലെ ബാക്കി കാര്യങ്ങളും അങ്ങനെ കുറെ നടന്നതാണ്. ഈ എക്സാമിന്റെ ഒരു 2 ദിവസം മുന്നേ അല്ലെങ്കിൽ ഒരു ആഴ്ച മുന്നേ ഇരുന്നിട്ട് ഈ സൈലത്തിന്റെ ലൈവും അങ്ങനെയാണ് സൈലത്തിനെ കാണുന്ന പോലെ. അതെ, സൈലത്തിന്റെ ലൈവ് ഇരുന്ന് കണ്ട് സാർമാർ ഓരോ അവരെ എന്റർടൈനിങ് ആക്കിയിട്ട് നമ്മൾ ഓരോന്ന് ഇരുന്ന് കാണും. അങ്ങനെ കണ്ട് അപ്പം നന്നായിട്ട് വർക്ക് ചെയ്തിട്ട് അങ്ങനെ കിട്ടുന്ന അല്ല, അതിലേക്ക് അതിനൊന്നും ഒരു അടിത്തറല്ല എന്നുള്ളതാണ്. എന്താണ് എഴുതുന്ന ക്വസ്റ്റ്യൻ പോലും വലിയ ധാരണ ഇല്ല. അതെങ്ങനെ കാണുന്നു, അങ്ങനെ എഴുതി വെക്കുന്നു. അങ്ങനെ പഠിച്ച ജയ് കിട്ടോ? ഒരിക്കലും കിട്ടും. അതല്ല ജയ്. അല്ല, ഓക്കെ. അതുകൊണ്ടാണ് പറയുന്നത്, ഇത് കാണുന്ന +1 പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഉടനെ തന്നെ എന്ത് ചെയ്യാ, നമുക്ക് സൂപ്പർ കിങ്സ് ബാച്ച് ഉണ്ട്. ഇപ്പൊ 10th കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ ഇപ്പൊ നമുക്ക് എന്താണ് കിങ്സ് 11 ബാച്ച് ഉണ്ട്. അതിനൊക്കെ നമ്മളെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചിട്ട് പോകാം. ഓക്കെ. അപ്പൊ ഇനി മക്കളെ, നിങ്ങൾക്ക് ഈ സമയത്ത് എന്തെങ്കിലുമൊക്കെ ഡീമോട്ടിവേഷൻ ഉണ്ടോ? അതായത് എപ്പോഴെങ്കിലും ഒക്കെ ടെൻഷൻ അടിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കരഞ്ഞെന്തെങ്കിലും സിറ്റുവേഷൻ? ഇലാസ് കറിയില്ല, കരഞ്ഞെന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഭയങ്കരമായിട്ട് ഒറ്റക്കാണെങ്കിൽ പ്രശ്നം ഉണ്ടാവും. നമ്മളിപ്പോ മൂന്നാളിങ്ങനെ ഒരു റൂമിൽ തന്നെയാണ്, നമ്മൾ മൂന്നാളെ അവസ്ഥ ഒന്ന് തന്നെയാണ്. അതെ, ഒറ്റക്കല്ല, ശരിയാ. ഒറ്റക്കായിരുന്നെങ്കിൽ നല്ല ടെൻഷൻ ഉണ്ടാവും. ഒറ്റക്കാണെങ്കിൽ ടെൻഷൻ ഉണ്ടാവും. അങ്ങനെ ടെൻഷൻ അടിച്ചു തുടങ്ങുമ്പോ നോക്കിയാൽ മതി. ഓക്കെ, അപ്പുറത്തോട്ടും കറണ്ട് ഇല്ലല്ലോ. ഇത് കാണുന്ന സമയത്ത് ഏതോ ഒരു അയാളും ഞാനെന്ന സിനിമയിലല്ലേ, ദിലീപല്ല, അതൊരു പൃഥ്വിരാജും മറ്റേ നരനാണോ ഒരു നടനുണ്ടായത്, അവർ രണ്ടുപേരും ഈ തോറ്റോ ഞാനും തോറ്റു എന്ന പോലെ സംഭവം തന്നെയാണ്. ഏകദേശം അതേപോലെയാണല്ലോ. ഏത് ഓർമ്മയിടാ? ഓക്കെ, അതാണ് എനിക്ക് ഓർമ്മ. അപ്പൊ എനിവേ, അതാണിപ്പോ ഫ്രണ്ട്ഷിപ്പിന്റെ ഒക്കെ അല്ലെ, നമുക്ക് ഇങ്ങനെ വേണം എന്നുണ്ടാക്കാൻ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ. അത് സീരിയസ് ആണ്. കാരണം ഇതൊരു, അതുകൊണ്ടാണ് 3 പേര് നമ്മൾ ഒരുമിച്ച് വീഡിയോ എടുക്കുന്നത്. അതായത് നമ്മൾ ഒരാളെ തളരുന്ന സമയത്ത് അല്ലെ, കൂടെ കൈപിടിച്ച് വിടണം, അല്ലാതെ തളർത്താതെ. അല്ലെങ്കിൽ ഏതായാലും എക്സാം കോളേജില്ലേ, വാ നമുക്കൊന്ന് 2 ചായ പിടിച്ചിട്ട് വരാം എന്നൊന്നുമല്ല. നമ്മളത് എങ്ങനെ ഒരുമിച്ചിട്ട് അല്ലെങ്കിൽ ഉഴപ്പാം എന്നുള്ള രീതിയിലല്ല, നമ്മൾ ഒരുമിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകാന്നുള്ള ഒരു ഇതാണ്. അപ്പൊ ഇനി അടുത്ത ചോദ്യം വെച്ച് കഴിഞ്ഞാല്, നമുക്ക് കുറച്ചൊരു ഫണ്ണാക്കി ക്വസ്റ്റ്യൻ ചെയ്യാം. ഫണ്ണൊന്നല്ല, ചെറിയ എന്നൊരു ചോദ്യം. നിങ്ങൾക്ക് ടൈം മെഷീൻ കിട്ടിയതായിരിക്കാം, മുന്നോട്ടേക്ക് പോകണ്ട കേട്ടോ, ബാക്കോട്ടേക്ക് വന്നാൽ മതി. ഓക്കെ, അപ്പൊ എന്താണ് നിങ്ങളുടെ ലൈഫിൽ പറ്റിയ തെറ്റുകൾ? അത് എന്താണ് നമ്മൾ തിരുത്തുക, അല്ലെങ്കിൽ എന്തെങ്കിലും ശരിയാക്കാനുണ്ടോ? ആരാ പറയുന്നത്? മുമ്പോട്ട് നന്നായിട്ട് പഠിച്ചിറങ്ങിയിരുന്നെങ്കിൽ നല്ലത്. 8ാം ക്ലാസ് തൊട്ടിട്ട് നമ്മള് ഇപ്പം സയൻസ് വിഷയങ്ങൾ ഇങ്ങനെ പഠിച്ചിറങ്ങിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു തോന്നി. സയൻസിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് ജെയിന് കുറച്ച് ഒരു ബോധറായിട്ട് ഇരിക്കുന്ന കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ ആ ഒരു 8ാം ക്ലാസ് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് +2 ആകുമ്പോൾ തന്നെ ഒരു ബെറ്റർ സ്കോറിലോട്ട് എത്താൻ പറ്റും. ബെറ്റർ സ്കോറിലേക്ക് എത്താം 8ാം ക്ലാസ് മുതലേ. ഇനിയിപ്പോ 8 കഴിഞ്ഞ് 10 കഴിഞ്ഞ കുട്ടികൾ, അപ്പൊ ഒരിക്കൽ ടെൻഷൻ ആവും. അതാണല്ല, 10 കഴിഞ്ഞിട്ട് നമുക്ക് +1 ഒരു പകുതി ജെയിനെ കുറിച്ച് പറഞ്ഞിട്ട് ഇത് പഠിച്ച കൊള്ളായിരുന്നു. പിന്നെ ഒരു വർഷം പഠിച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് റിപ്പീറ്റ് ചെയ്യാൻ എഴുതിട്ട് അവിടെ ഒന്നും പഠിക്കൂല. നമുക്ക് ഷോർട്ട് ആക്കി പറഞ്ഞോലെ. ഇപ്പൊ നിങ്ങൾ എവിടെ നിൽക്കുന്ന അവിടെ പഠിച്ചു തുടങ്ങാം അല്ലെ. ഇപ്പൊ +1 അവിടെ പഠിച്ചു തുടങ്ങാം, 10th ആണെങ്കിൽ അവിടെ പഠിച്ചു തുടങ്ങാം,
അപ്പൊ എത്രത്തോളം നമ്മൾ പഠിക്കുന്നോ അത്രത്തോളം എന്താണ് വീഞ്ഞ് പോലെ അല്ലെ പഴകുന്നോളും എന്താക്കുക വീര്യം കൂടും. ഇനി അടുത്ത ചോദ്യേ, നിങ്ങൾ NTA തലപ്പുറത്ത് NTA മുതലാളിയാക്കിയെന്ന് ഇരിക്കുക, നിങ്ങൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് എക്സാമിൽ വരുത്താൻ വേണ്ടി പോകുന്നത്? എക്സാം അല്ലെങ്കിൽ സിലബസിലൊക്കെ വരുത്താൻ വേണ്ടി പോകുന്നത് ആരെങ്കിലും പറഞ്ഞോ? എന്താ ലൈക്ക് ഇപ്പം ഈ വർഷം നടന്ന NTA എക്സാം കഴിഞ്ഞ വർഷത്തേക്കാളൊക്കെ എത്രയോ ബെറ്റർ ആയിട്ട് തോന്നി. അപ്പൊ ഞാൻ കഴിഞ്ഞ വർഷമാണ് ഈ പറഞ്ഞ തലപ്പത്തിന്റെ കയറ്റി വെച്ചെങ്കിൽ ഞാൻ മാറ്റം വരുത്തുന്ന മാറ്റങ്ങളായിരിക്കും ഇപ്രാവശ്യം പോലും മാറ്റിയിട്ടുണ്ടാവുക. കഴിഞ്ഞ വർഷത്തെ എക്സാം പിന്നെ ആകെ പ്രശ്നങ്ങളായിരുന്നു ഒബ്വിയസ്ലി. അതിലുപരി ഈ വർഷം കണ്ടത് എന്താ ഈ വെയിറ്റേജ് എന്ന് പറഞ്ഞ സാധനമൊക്കെ എടുത്തു കളഞ്ഞു. ഇനി പഠിക്കുന്നവർക്ക് ഓരോട് കൂടിയാണ് പറയുന്നത് വെയിറ്റേജ് പറഞ്ഞ സാധനമൊക്കെ വലിയ വില ഇല്ലാതെ ആക്കി വെച്ചാൽ, അല്ലെങ്കിൽ സാധാരണ കറണ്ട് ഇലക്ട്രിസിറ്റി സാർമാർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഒരു 2 ചോദ്യം പ്രതീക്ഷിക്കുക, അല്ലെങ്കിൽ മാത്സിൽ ഇന്ന ചാപ്റ്ററിൽ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുക. അങ്ങനെ ഒരു സംഭവം ഇല്ലാതാക്കി. നമ്മൾ ഒട്ടും ചോദ്യം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിരുന്ന ചാപ്റ്ററിൽ നിന്നൊക്കെ 4-5 ചോദ്യങ്ങൾ. എല്ലാവരും എല്ലാം പഠിക്കട്ടെ. അതെ, എല്ലാവരും എല്ലാം പഠിക്കട്ടെ. ഓക്കെ, അപ്പൊ എല്ലാരും എല്ലാം പഠിക്കട്ടെ ആ രീതിയിലേക്ക് എന്തായി മാറി അല്ലെ? അല്ലെങ്കിൽ ചില കുട്ടികൾ ചിലത് സ്ട്രോങ് ഉണ്ടാവും, ചില കുട്ടികൾ ചില സ്ട്രോങ് ഉണ്ടാവില്ല. ഓക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഇത്തവണ NTA ചെയ്ത് എന്തെങ്കിലും നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? എല്ലാ ഷിഫ്റ്റുകളും വളരെ ഫെയർ ആയിട്ടാണ് തോന്നിയത്. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് മുമ്പത്തെ പ്രാവശ്യം ആണെന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് ഷിഫ്റ്റ് കിട്ടിയവർക്കൊക്കെ നല്ല പണി. 27th ഫസ്റ്റ് ഷിഫ്റ്റ് അല്ലേ? അതിനിപ്പം ഇനി അടുത്ത വർഷമൊക്കെ ചെയ്ത് നിങ്ങൾ അതിലാരും അതിന്റെ വിക്ടിം ഉണ്ടോ? ഷിഫ്റ്റിൽ ആരും ഇല്ല, അനുഭവം ഉണ്ടായിരുന്നു അല്ലെ? ഇനി അടുത്ത പ്രാവശ്യം ചെയ്യുന്ന സമയത്ത് ഇപ്പം എന്താ ഇത് അഡ്മിറ്റ് കാർഡ് വരുമല്ലോ, ആ സമയത്ത് ഫസ്റ്റ് കിട്ടുന്നവരൊക്കെ ചിലപ്പോൾ ചില ടെൻഷൻ അടിക്കും. പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ വർഷം ഫസ്റ്റ് ഷിഫ്റ്റ് വളരെ ലോ സ്കോറിംഗ് ആയിരുന്നു. 150 മാർക്കിന് 99% വരെ എത്തിയായിരുന്നു. അപ്പൊ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. നമ്മൾ മാക്സിമം അവിടെ ചെന്നിട്ട് പെർഫോം ചെയ്യുക, അതാണ് റിസൾട്ടിലേക്ക് എത്തിക്കുക. ഇനി ചില കുട്ടികളുണ്ടാവും, അതായത് ഇപ്പം 60-70% ഫസ്റ്റ് ചാൻസ് കിട്ടിയ +2 പഠിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ജെയ്ക്ക് പിന്നെ 60-70% ജെയ്ക്ക് ഫസ്റ്റ് +2 പഠിക്കുമ്പോൾ എഴുതിയ കുട്ടികൾ, അല്ലെങ്കിൽ +2 മാർക്ക് കുറഞ്ഞിട്ട് ടെൻഷൻ അടിച്ചിരിക്കുന്ന കുട്ടികളൊക്കെ ഇത് കാണുന്നുണ്ടാവും. അപ്പൊ അവർ ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യാനൊക്കെ ഇങ്ങനെ ശങ്കിച്ച് നിൽക്കുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് സിൻസിയർ ആയിട്ട് അവരൊരു ബ്രദർ എന്ന നിലയിൽ അവരോട് എന്താണ് പറയാനുള്ളത്? ലൈക്ക് അതായത് ഇവർക്ക് ഇതൊരു പാഷൻ ആണെങ്കിൽ ഇപ്പൊ ഈ എൻട്രൻസ് കഴിഞ്ഞ് എഞ്ചിനീയറിംഗിലേക്ക് കയറാൻ ശരിക്കും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പൊ കിട്ടിയ പെർസെന്റേജ് ഒന്നും മാറ്റർ ചെയ്യുന്നില്ല. അതാണ് വളരെ ഇമ്പോർട്ടന്റ്. ഇപ്പൊ ഡസൻ മാറ്റർ അതിന്റെ ലൈവ് ആയിട്ടുള്ള 3 എക്സാമ്പിൾസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലെ? 60ൽ നിന്നും പിന്നെ 93 അല്ലെ 95ലേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ റിപ്പീറ്റ് തന്നെ. ഒന്നും കൂടി ചെറിയ നമ്മൾ ഒന്നും കൂടി ഇതായേനെ. ഓക്കെ, അതന്നെ ചില മിസ്റ്റേക്കുകളൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു, തിരുത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതൊന്നും മാറ്റർ ചെയ്യുന്നില്ല അല്ലെ? പറഞ്ഞോളൂ, ബാക്കി പറഞ്ഞോളൂ. അതായത് അതിപ്പോ കൂടുതലാണേലും കുറവാണേലും ഒരുപോലെ. ഇപ്പൊ ഭയങ്കര കൂടുതലായിരിച്ച് നമ്മൾ ഭയങ്കര സംഭവം ഒന്നുമില്ല, കുറവായിരിച്ച് ഭയങ്കര സംഭവം ഒന്നുമില്ല, സംഭവം അല്ലാതെ ആവുന്നില്ല. ലൈക്ക് നമ്മള് പ്രിപ്പയർ ചെയ്തിട്ടല്ല ചെയ്തെന്നുണ്ടെങ്കിൽ അപ്പൊ അത് നമ്മൾ മൈൻഡ് ആക്കേണ്ട ആവശ്യമേ. ലൈക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ +2 വരെ ഇവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. +2ന് ശേഷമാണ് ഇവർ ഇതിനെ കുറിച്ച് അറിയുന്നത്, ഇങ്ങനെ സംഭവങ്ങൾ അറിയുന്നെങ്കിൽ ഒബ്വിയസ്ലി റിപ്പീറ്റ് ചെയ്യുക. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം, അവർ ഇതിൽ ഇൻട്രസ്റ്റ് ആണ്, അവർക്ക് അതാണ് അവരെ ഫ്യൂച്ചർ കാണുന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്യുക. എന്നിട്ട് അവിടെ ഇരുന്ന് വർക്ക് ചെയ്യുക. ഇതുവരെ വരുത്തി ഞാൻ +2 വരെ പഠിച്ചില്ല എന്നുള്ള തെറ്റ് റിപ്പീറ്റിൽ മൊത്തം ഇരുന്ന് തീർക്കുക. പിന്നെ അവിടെ നിന്ന് കളിക്കാനും വേറെ എന്താ വീട്ടില് അല്ല കുഴപ്പമില്ല. മാക്സിമം നമ്മളെ അത്ര ഈസി ആണെന്ന് കരുതരുത്. അതിനുള്ള എഫേർട്ട് എടുക്കണം. എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ വെറുതെ ടെൻഷൻ ആവുന്നതിനെ പറയുന്നത്. പറഞ്ഞ പോലെ കൺസിസ്റ്റന്റ് ആയിട്ട് നന്നായിട്ട് ഇരുന്ന് വർക്ക് ചെയ്യുക. ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ വെച്ച് ഫാക്കൽറ്റീസ് ആയിട്ട് എപ്പോഴും കണക്ഷൻ ഒക്കെ വെച്ചിട്ട് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വൃത്തിക്ക് പോയി കഴിഞ്ഞാൽ പിടിക്കാവുന്നതേ ഉള്ളൂ ചെയ്യും. അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് 1-2 ക്ലാസ് എടുത്തതിന്റെ പേരിലാണ് നമ്മളിപ്പോ കമ്പനി പ്രിപ്പറേഷൻ സമയത്ത് നമ്മൾ തുടക്കത്തിൽ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ 2-3 മാസം നമ്മൾ എവിടെ എത്തിന്ന് വരും. നമ്മൾ ട്രാക്കിൽ കയറാൻ നല്ല ടൈം എടുക്കും ജയില്. കാരണം ക്വസ്റ്റ്യൻസ് കുറച്ച് ലെവൽ കൂടുതലായത് കൊണ്ട് തന്നെ ഒരു 3 മാസം 4 മാസം കഴിയുമ്പോഴാണ് നമ്മൾ ട്രാക്കിൽ എത്തുക. പിന്നെ ഒരു എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് വരും. റിവിഷന്റെ സമയത്ത് പലർക്കും നല്ല എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. റിവിഷന്റെ സമയത്ത് വരും. അതേപോലെ ഫസ്റ്റ് ഫേസിൽ നിന്ന് സെക്കൻഡ് ഫേസിലേക്ക് വരുന്ന സമയത്ത് കുറെ കുട്ടികളുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ വരും. നല്ല എഫേർട്ട് എടുത്താലും ഇപ്പൊ ഈ പ്രാവശ്യം നമ്മളെ കൂടുതലുള്ള ഹോസ്റ്റലിലുള്ളവരൊക്കെ നല്ല എഫേർട്ട് എടുത്താലും ഒരു 3 മാസം വരെ അവർക്കൊന്നും ക്വസ്റ്റ്യൻ ചെയ്യാൻ കഴിയില്ല. ഞാൻ ചോദിക്കും നിങ്ങൾ എങ്ങനെ ഇത് ചെയ്യുന്നത്, ആ ഒരു ഇതിൽ ഉണ്ടാവും. എന്തായാലും ഒരു 3 മാസം മിനിമം ടൈം എടുക്കും ട്രാക്ക് കയറാൻ. ആ സമയത്ത് നമ്മൾ ഗിവ് അപ്പ് ആക്കിട്ട് പോകരുത്. നമ്മൾ വീണ്ടും ട്രൈ ചെയ്താ കിട്ടും. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നെഗറ്റീവിലുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഈ +2 കഴിഞ്ഞ് വരുന്നത് ഒരു ആദ്യം 0ലേക്ക് എത്തണം, പിന്നെ പോസിറ്റീവിലേക്ക് കയറി വരണം. അങ്ങനെ പോസിറ്റീവിലേക്ക് എത്താൻ വേണ്ടി പറ്റൂല. ഉറപ്പായിട്ടും പറ്റും. ഇവർക്ക് പറഞ്ഞ പാഷനും വർക്ക് ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറ്റും. യെസ്, ഓക്കെ. അതോടൊപ്പം അങ്ങനെ പിന്നെ എത്താൻ വേണ്ടി എത്രത്തോളം നമ്മൾ സിസ്റ്റം സഹായിച്ചു? ലൈക്ക് ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. കിട്ടുന്നില്ല. അതായത് ഇപ്പൊ നമ്മള് പറയല്ലോ
എന്താ പകുതിയാണ്. ഇത് പകുതിയല്ല, നമ്മളെയൊക്കെ കൂടുതൽ ഒരു പക്ഷേ എഫേർട്ട് ഇവർ ഇട്ടിട്ടുണ്ടാകും. ലൈക്ക് ഇപ്പൊ ഈ പറഞ്ഞ മെറ്റീരിയൽ എത്തിച്ചിരുന്ന കാര്യങ്ങളായാലും നല്ല ഓൺലൈൻ ക്ലാസ് എടുത്തിരുന്ന കാര്യമായാലും അതുപോലെ തന്നെ ഓഫ്ലൈൻ ക്ലാസ് ആയാലും ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ സൈലം ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്തിട്ട്. പിന്നെ നമ്മളെ വലിപ്പം എന്താന്ന് സൈലം മാറ്റർ ചെയ്യുന്നില്ല, നമുക്ക് ഇത്ര അറിയില്ല. അതേ ഞാൻ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യും സൈലത്തിനെ. ലൈക്ക് ഇപ്പൊ ഞാൻ വന്ന സമയത്ത് എനിക്കൊരു സംഭവം അറിയില്ലേനോ അതിന്ന് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ എനിക്ക് കൊണ്ട് സൈലത്തിന് തന്നെ ഇപ്പൊ കേരളത്തിൽ കാര്യമായിട്ട് പറ്റുള്ളൂ തോന്നുന്നു. യെസ്, കൺഗ്രാജുലേഷൻ, യു ആർ ദ മാൻ. ഓക്കെ, അല്ല അത് കാര്യമാണ്. നമ്മളിപ്പോ തമാശ രൂപത്തിലാണ് നമ്മൾ ഞങ്ങളെ കമ്പനി പുറത്തങ്ങനെ തമാശ രൂപത്തിൽ പറഞ്ഞതാണ്. പക്ഷെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ ഇപ്പം നെഗറ്റീവിൽ നിന്നും ഇതേപോലെ 95ലേക്കും പിന്നീട് 98ലേക്ക് എത്തിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും നമ്മുടെ സിസ്റ്റം എന്താകും നിങ്ങളെ സഹായിക്കും. അതനുസരിച്ച് നമ്മൾ ഓരോ വർഷം എന്താവുന്നുണ്ട്, അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്, അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അത് നിങ്ങൾ തന്നെ പറഞ്ഞു കഴിഞ്ഞ വർഷത്തതും ഈ വർഷത്തെ നല്ല രീതിയിൽ അപ്ഡേറ്റ് അടുത്ത വർഷം കഴിഞ്ഞ വർഷം റിപ്പീറ്റ് ചെയ്ത സമയത്ത് എന്താ സൈലത്തിന് എന്തൊക്കെയാണോ തെറ്റുകൾ ഞങ്ങൾ കണ്ടിരുന്ന ഇത് പാളിപ്പോയില്ല അതൊക്കെ ഭയങ്കരമായിട്ട് മാറ്റി. നമ്മളെ അഭിപ്രായം പോലും പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞില്ല. നമ്മൾ തിരിച്ചു വന്ന പാടാ ഇതൊക്കെ മാറിയില്ല, ഇതൊക്കെ ഉഷാറായല്ലോ. ആ ഒരു സംഭവം സൈലത്തിന്റെ വളർച്ചയ്ക്ക് വലിയൊരു കാരണമാണ് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും. ഇനി അടുത്തത് നമുക്ക് നമ്മളെ സ്പെഷ്യലായിട്ട് എടുത്ത് പറയുന്ന കാര്യങ്ങളുണ്ട്, GIBS, അതേപോലെ LMRP അല്ലെ, പിന്നെ DTS ഡെയിലി ടെസ്റ്റ്, പിന്നെ AITS. അപ്പൊ ഇതൊക്കെ നമ്മളൊന്ന് പിന്നെ നിങ്ങളൊന്ന് പിന്നെ റാങ്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞാല് ഏതാണ് ഒന്നാം റാങ്ക് ഇതിനെ കൊടുക്കുക? നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ GIB ആണ് ഒന്നാം റാങ്ക്. പിന്നെ ചാപ്റ്റർ വൈസ്. ഓക്കെ, DTS ചാപ്റ്റർ വൈസ് ആയിരിക്കും കുറച്ചും കൂടി. വാട്ട് അബൌട്ട് LMRP? എല്ലാം അടിപൊളിയാണ്. LMRP നിങ്ങൾക്ക് ഒരുപാട് രീതിയിൽ സഹായിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ലാസ്റ്റ് ആ ഒരു സമയത്ത് നമുക്ക് ആ കണ്ടന്റ് ഒന്നും കൂടി എത്തിച്ചേരാന് ഈ ഒരു മെറ്റീരിയലിന് കറക്റ്റ് റിവിഷൻ നടത്താൻ വേണ്ടി അല്ലെ. അപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ കൺക്ലൂഡ് നമുക്കുള്ള ഇപ്പൊ 60-70 അല്ലെങ്കിൽ ഏത് ലെവലിൽ നിൽക്കുന്ന ആളാണെങ്കിലും വർക്ക് ചെയ്താൽ മുന്നോട്ടേക്ക് എത്താൻ വേണ്ടി പറ്റും. ആദ്യം ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടോ അല്ലെ. അതായത് നിങ്ങൾ 10ാം ക്ലാസ് അതിന്റെ +1 എത്തിയ സമയത്ത് ഉള്ള ബുദ്ധിമുട്ടുള്ള പോലെ +2 അതിന്റെ റിപ്പീറ്റ് ആദ്യം ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്ക് എന്താക്കാൻ വേണ്ടി പറ്റും, കയറി പോകാൻ വേണ്ടി പറ്റും എന്നുള്ള കോൺഫിഡൻസ് തന്നെയാണ് നിങ്ങളുടെ ചേട്ടന്മാർ തരുന്നത്. ഓക്കെ, GIBs എത്രത്തോളം എഫക്റ്റീവ് ആയിരുന്നു? GIBs ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു. ഒരു മിനി JEE അല്ലെങ്കിൽ JEE എന്ന് തന്നെ നമുക്ക് GIBനെ പറയാൻ പറ്റും. ലൈക്ക് നമ്മള് നമ്മളെ ബസ്സിൽ കയറ്റിയിട്ട് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകും. ലൈക്ക് അപ്പൊ തന്നെ നമുക്കൊരു ആദ്യം ഇങ്ങനെ കയറും, ഒരു എക്സാം വരാൻ പോവാണ്, എല്ലാവരും ഇതിന്റെ റിസൾട്ട് കാണും. ലൈക്ക് ആ ഒരു മിനി JEE ഒരു എഫക്റ്റ് തന്നെയാണ് വരിക. അത് കഴിഞ്ഞ് നമ്മള് കമ്പ്യൂട്ടറിനെ പരിചയപ്പെടുകയാണ്, ലൈക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്നൊക്കെ ചെയ്യാണ്. അതൊക്കെ ഈ JEEലേക്ക് ഭയങ്കര കാര്യം വരുത്തിയിട്ടുണ്ട്. പിന്നെ അതിലുപരി പറഞ്ഞ പോലെ ലാസ്റ്റ് GIB എഴുതിയ അതേ സെന്ററിൽ പോയിട്ട് തന്നെയാണ് ഞാൻ JEE എഴുതിയിട്ടുള്ളത്. അതേ സീറ്റ് അല്ല എന്നുള്ളൂ, സീറ്റ് മാറി വേറെ സീറ്റിലായിരുന്നു. ബാക്കിയൊക്കെ അതേ സ്ഥലത്തിരുന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ ആ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഓൾറെഡി കിട്ടുന്നുണ്ട് ഈ സൈലം ചെയ്യുന്ന GIB വഴി കിട്ടുന്നുണ്ട്. GIB എഴുതുന്ന സമയത്ത് നമുക്ക് ശരിക്കും റിയൽ എക്സാം സിറ്റുവേഷൻ സ്റ്റിമുലേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതിലിപ്പോ ഈലാസ് പറഞ്ഞ പോലെ അതേ സെന്ററിലല്ലേ, ഒരു പുതിയ സ്ഥലത്തല്ല, കണ്ട് പരിചയമുള്ള സ്ഥലമാണ് അല്ലെ. അപ്പൊ എല്ലാ പ്രാവശ്യവും അതേ സെന്റർ ഇട്ടല്ലേ, ഈ പ്രാവശ്യം മാറിപ്പോയി. റിപ്പീറ്റ് ചെയ്ത ടൈമിലൊക്കെ അതേ സെന്റർ തന്നെയായിരുന്നു. പക്ഷെ എനിവേ നമ്മളൊരു എക്സാം സെന്ററിൽ പോയിട്ട് എഴുതിയ ഒരു പ്രാക്ടീസ് എന്തായാലും നമുക്ക് അത് കിട്ടുമായിരിക്കും അല്ലെ. നമ്മള് യൂട്യൂബിൽ പ്രൊഡക്ഷൻ സീരീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയുണ്ട്, നമ്മൾ അതിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നായിരുന്നോ? സിമിലർ പാറ്റേണിലുള്ള കുറെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തിരുന്നു. ലൈക്ക് ഇപ്പം പ്രഡിക്ഷൻ സീരീസും അതുപോലെ തന്നെ ലൈക്ക് ഒരു ദിവസത്തെ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ആ ഷിഫ്റ്റ് അനാലിസിസും കാര്യമായിട്ട് ഇരുന്ന് കണ്ടിരുന്നു. അതിലൊക്കെ എനിക്ക് 1-2 ക്വസ്റ്റ്യൻസ് കറക്റ്റ് അത് കണ്ടുകൊണ്ട് മാത്രം, അതിന് മുന്നേ എനിക്ക് അറിയാത്ത ഇക്വേഷൻ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ബിനീസേറെ ക്ലാസ് വന്നിട്ടുണ്ട്, അത് പഠിച്ചു പോയിട്ട് അതുപോലെ കിട്ടിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് പഠിച്ചില്ല എനിക്ക് ക്വസ്റ്റ്യൻ കിട്ടില്ലായിരുന്നു അല്ലെ. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ പ്രൊഡിക്ഷൻ സീരീസ് നമ്മുടെ യൂട്യൂബ് ആക്ടിവിറ്റീസ് ഒക്കെ തീർച്ചയായിട്ടും യൂസ്ഫുൾ തന്നെയാണെന്നാണ് ഇതിൽ പറയാനുള്ളത്. പിന്നെ ലാസ്റ്റ് ചെറിയൊരു ക്വസ്റ്റ്യൻ, നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, നിങ്ങൾക്ക് മൂന്നാർക്കും ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതാ? ഫിസിക്സ്, കെമിസ്ട്രി. ഫിസിക്സ് മാത്സ് ഇഷ്ടം. അപ്പൊ ഏതെങ്കിലും ഒരു ചാപ്റ്റർ എടുത്ത് കളയണമെന്ന് വിചാരിക്കാം. ഓക്കെ, ഫിസിക്സിൽ ഏതെങ്കിലും ചാപ്റ്റർ എടുത്താണ്, ഏതെടുത്താണ്? അങ്ങനെ വെച്ചാ ലൈക്ക് റൊട്ടേഷൻ ഒക്കെ എടുത്ത് വേണേ കളയാം. റൊട്ടേഷൻ ഈസി ആവില്ല ഒന്നും കൂടി ഫിസിക്സ്. എനിക്ക് ഇഷ്ടമാണ് റൊട്ടേഷൻ ഒക്കെ ഇഷ്ടമാണ്. പറയാം. മാത്സിലാണെങ്കിലോ ഫുള്ള് കളയണം. ഞാൻ കോംപ്ലക്സ് അങ്ങനെ പറയുന്നത് നമുക്ക് പണിയുണ്ടാവും. പിന്നെ കോംപ്ലക്സ് എടുത്തോളാം. കോംപ്ലക്സ് ഭയങ്കര കോംപ്ലക്സ് ആണ്. കോംപ്ലക്സ് നമ്പർ എടുത്തോളാം. കോംപ്ലക്സ് എനിക്ക് കോംപ്ലക്സ് തന്നെയാണ്. ഫിസിക്സിലാണെങ്കിൽ തെർമോ പ്രോപ്പർട്ടീസ്. ഭാവിയിൽ നിങ്ങൾ NTL നേരത്തെ പറഞ്ഞ പോലെ തലപ്പത്താണെങ്കിൽ ഇതൊക്കെ ആലോചിച്ചാൽ മതി കേട്ടോ. ഓക്കെ,
അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇവരുടെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ നല്ല ബോൾഡ് ഡിസിഷൻ എടുത്ത് ഇപ്പൊ സേഫ് ആയിട്ടുള്ള സ്ഥലത്തെത്തിയ 3 കുട്ടികളാണ് അല്ലെ. 3 ആളും ഒരുമിച്ച് ഹോസ്റ്റലിൽ നിന്ന് പരസ്പരം താങ്ങും തണലുമായിട്ട് മുന്നോട്ട് പോയ നല്ല ഫ്രണ്ട്സ് കൂടിയാണ്. അപ്പൊ ഇതേപോലെ നിങ്ങൾ ഒരുപാട് പേര് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്നുണ്ടാവും. ഇപ്പോൾ +2 കഴിഞ്ഞ കുട്ടികളുണ്ടാവും. അപ്പോൾ +2 കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ റിപ്പീറ്റ് ചെയ്യണോ അല്ല ഏതെങ്കിലും കോളേജിൽ പോകണോ, പിന്നെ റിപ്പീറ്റ് ചെയ്ത് 1 വർഷം കളയണോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ 2 വർഷം നിങ്ങൾ കളഞ്ഞോ? ഇല്ല, റെഡി അല്ലേ? അതൊരിക്കലും റിപ്പീറ്റിങ്ങിന്റെ 1 വർഷം എന്ന് പറഞ്ഞാൽ അത് കളയലല്ല. കാരണം അതിൽ ഒരുപാട് നോളജ് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെ. നമ്മൾ ഇതുവരെ പറഞ്ഞ ഫിസിക്സോ കെമിസ്ട്രിയോ മാത്സോ അല്ല നിങ്ങളെ യഥാർത്ഥത്തിലുള്ള ഫിസിക്സ് കെമിസ്ട്രി മാത്സും അത് നമ്മൾ പഠിക്കാനുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഉള്ളതിനെക്കാൾ എത്രയോ ബെറ്റർ പൊസിഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എത്താൻ വേണ്ടി പറ്റും. അത് ലൈഫ് ലോങ്ങിലേക്കാണ്. അതായത് പിന്നെ എന്താ പറയാ, ഒരു 4 വർഷത്തിലേക്കോ 5 വർഷത്തിലേക്കോ അല്ല. ഈ 4 വർഷം നിങ്ങൾ ബെസ്റ്റർ കോളേജിൽ പഠിച്ചാൽ, ക്യാമ്പസിൽ പഠിച്ചാൽ നിങ്ങൾക്ക് ലൈഫ് ലോങ് നിങ്ങൾക്ക് എന്താണ്, അത് അഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പൊ അത് ആ കാര്യം പ്രത്യേകം ഒരു ചുറ്റും ഒരുപാട് നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്തിനാ ഇപ്പൊ റിപ്പീറ്റ് ചെയ്തിട്ട് എന്നുള്ള കാര്യം ഒരുപാട് നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ എന്താക്കുക, ഒഴിവാക്കി വിടുക. നമ്മൾ ഏത് കാര്യത്തിനും നമ്മൾ അഭിപ്രായം ചോദിക്കുന്ന സമയത്ത് ഏറ്റവും എക്സ്പേർട്സിനോട്, ആ ഫീൽഡിൽ എക്സ്പേർട്ട് മാത്രം നിങ്ങൾ എന്താക്കുക, അഭിപ്രായം ചോദിക്കുക. സോ നല്ല ബോൾഡ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്ത് അടുത്ത വർഷം ഇതേപോലെ നമ്മുടെ ക്യാമറയുടെ മുമ്പിൽ നിങ്ങൾ ഉണ്ടാവണം. ഞങ്ങളുടെ സൈലം അവാർഡ്സിൽ, കഴിഞ്ഞ വർഷം സൈലം അവാർഡ്സ് പോലെ അല്ലെ, ഈ വർഷം നിങ്ങൾ ഉണ്ടാവല്ലോ അല്ലെ? ഓക്കെ, നിങ്ങൾ അന്ന് വന്നിരുന്നല്ലോ അല്ലെ? കാണാൻ വന്നിരുന്നു. പിന്നെ പക്ഷെ അടുത്ത സൈലം അവാർഡ്സിൽ നിങ്ങൾ ആരാണ്? ഗസ്റ്റ് ആണ്. അപ്പൊ അതേപോലെ തന്നെ നിങ്ങൾ ഗസ്റ്റ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു. താങ്ക് യു. ഒരു ബൈ കൊടുക്കാം അല്ലെ?